ഹായ് കൂട്ടുകാരെ, ഞാൻ ആറ്റുകാൽ പൊങ്കാല കാണാൻ പോവാണ്. ഒരുപാട് വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നാണ് എനിക്ക് അവസരം കിട്ടിയത്. എന്താവും എനിക്കറിയില്ല. ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോയി വരട്ടോ. പെട്ടെന്നുള്ള പോക്കോണ്ട് തന്നെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാത്തോണ്ട് ഭയങ്കര റിസ്ക് കേട്ടോ. എന്തായാലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഞാൻ അനന്തപുരിയിൽ എത്തിട്ടോ. അനന്തപുരിയിൽ എത്തിയപ്പോ തന്നെ ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക സുഖട്ടോ. ഒരു പക്ഷെ ഞാൻ വീട്ടിലിരുന്നേക്കാണെങ്കിൽ ഈ പുതുമുഖങ്ങളും ഈ പുതുമ നിറഞ്ഞ കാഴ്ചകളും കാണാൻ ഒരു പക്ഷേക്ക് കഴിയില്ലെന്ന് കേട്ടോ. ഒരുപാട് സന്തോഷം. അത്രയ്ക്കും റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നതേ. പിന്നെ ഇപ്പൊ എന്താ പറയാ, ഒരുപാട് കാഴ്ചകളായിട്ട് അനന്തപുരി നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ, രാവും പകലും എന്നുള്ളത്. പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഓരോ വ്യക്തികളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും അവിടെ ഉറങ്ങുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, പാത്രങ്ങളും കലങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് തന്നെ വന്നെത്തിയ ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. 2 മണി ആയപ്പോഴേക്ക് എന്തായാലും ഞാൻ അനന്തപുരിയിലെത്തി. ആറ്റുകാലമ്മേനെ കണ്ട് തൊഴുത് വണങ്ങി ഇങ്ങോട്ട് പോന്നിട്ടോ. ഒരുപാട് കാഴ്ചകൾ തന്നെയാണ് നാനാ ഭാഗത്തും വെച്ചിട്ടുണ്ടായിരുന്നത്. ആറ്റുകാലമ്മേന്റെ പ്രതിഷ്ഠകളും ബിംബങ്ങളും പല ഭാഗത്തും ഉണ്ടായിരുന്നു കേട്ടോ. രാവെന്നോ പകലെന്നോ വ്യത്യാസം ഇല്ലാതെ ജനങ്ങൾ ഒഴുകിയെത്തിട്ടോ. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ മഹാഭാഗ്യം കിട്ടിയാൽ ഒരുപാട് സന്തോഷം. ആറ്റുകാൽ അമ്മേനോട് ഒരിക്കൽ പോലും നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്കും സന്തോഷം കേട്ടോ. അനന്തപുരിയിൽ എത്തിയപ്പോ തന്നെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു. എന്നാലും ഒരുപാട് സന്തോഷം, ഒരുപാട് സുഖം നിറഞ്ഞൊരു ദിവസം കേട്ടോ എനിക്ക് ആറ്റുകാൽ പൊങ്കാല. ഒരുപാട് നാളത്തെ ആഗ്രഹം കേട്ടോ, ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പ് കേട്ടോ ഈ ഒരു പൊങ്കാല ദിവസം. എന്തായാലും എനിക്കിങ്ങനെ ഒരു സുവർണ നിമിഷം തന്ന, സുവർണ അവസരം തന്ന എന്റെ ദൈവത്തിനും എന്റെ വീട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഒരു പക്ഷെ എന്റെ വീട്ടുകാർ എതിർത്തേക്കാണെങ്കിൽ ഈ ഒരു സുന്ദര നിമിഷം എനിക്ക് കാണാൻ പറ്റൂല കേട്ടോ. എന്തായാലും ഇതിനൊക്കെ ഒരു ഭാഗ്യം തന്നെ വേണല്ലേ. എന്തായാലും എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. വീണ്ടും വീണ്ടും ഞാൻ പറയണം, ഒരുപാട് സന്തോഷം. ഇനിയും ഇതേപോലെ അടുത്ത വർഷം ഇതിണ്ടെങ്കിൽ പോവാൻ കഴിയുന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഇതാക്കണം അനന്തപുരിയിലേക്ക് കയറാൻ പോവാണ്. റോഡ് സൈഡിലൊക്കെ എല്ലാവർക്കും ഭക്ഷണങ്ങളും അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോണ പോക്കിലേക്ക് ഒരു റോബസ്റ്റ് പഴം കിട്ടിയപ്പോ അതും കഴിച്ചിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങിട്ടോ. ബാക്കി വിശേഷങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.